കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ മാതാവിന്റെ ദർശന തിരുനാളിന് വ്യാഴാഴ്ച കൊടിയേറും. രാവിലെ 6:30 ഇടവകാംഗങ്ങളായ വൈദികരുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ദിവ്യബലിയെ തുടർന്ന് ദിവ്യകാരുണ്യ ആരാധന ആരംഭിക്കും. വൈകിട്ട് 5 ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറൽ ഡോക്ടർ ജോസ് പുതിയടത്ത് കാർമ്മികനാകും. തുടർന്ന് 6 വികാരി ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ തിരുനാളിന് കൊടിയേറ്റും. വെള്ളിയാഴ്ച രാവിലെ 6:30 ലൈത്തോരന്മാരുടെ വാഴ്ചയും വൈകിട്ട് 5 പ്രസൂതേന്തി വാഴ്ചയും നടക്കും. ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ രാവിലെ 6:30 ഫാദർ പോൾ ജോസ് തത്തമംഗലത്തിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയെ തുടർന്ന് വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്. വൈകിട്ട് 4:30 ആഘോഷമായ ദിവ്യബലിക്ക് ഡോക്ടർ നിബിൻ കുരിശിങ്കൽ കാർമ്മികത്വം വഹിക്കും. ഡോക്ടർ ജോയ്സ് കൈതക്കോട്ടിൽ വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണവും ആകാശവിസ്മയ കാഴ്ചയും നടക്കും. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അഖിൽ അപ്പാടൻ കാർമ്മികനാകും. ഫാദർ ജോസഫ് മണവാളൻ വചന സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം വൈകിട്ട് 5 ഫാദർ മാത്യു ഇടശ്ശേരിയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയെ തുടർന്ന് രൂപം എടുത്തുവയ്ക്കും. തുടർന്ന് കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 6:30 ചെറുവൈപ്പ് കാരുണ്യ ഹാളിലെ ദിവ്യബലിയെ തുടർന്ന് സെന്റ് ജോസഫ് കപ്പേളയുടെ ശിലാസ്ഥാപനം നടക്കും. 67 അമ്മമാരാണ് ഇത്തവണത്തെ തിരുനാൾ ഏറ്റെടുത്തു നടത്തുന്നതെന്ന് വികാരി ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ വർഷത്തെയും പോലെ പരിശുദ്ധ അമ്മയുടെയും പിതാവിന്റെയും വിവാഹ തിരുനാളാണ് പരമ്പരാഗതമായിട്ട് കുഴിപ്പള്ളി സെന്റ് അഗസ്റ്റിൻസ് ദേവാലയത്തിൽ ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇത് പ്രസിദ്ധന്തിമാർ ഏറ്റുകഴിക്കുന്ന ഒരു തിരുനാളാണ്. ഈ വർഷം പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ഞങ്ങളുടെ 67 അമ്മമാരാണ് ഏറ്റ് കഴിക്കുന്നത്. എനിക്കൊന്നു അത്തരത്തിലുള്ള ഒരു ആഘോഷം 67 അമ്മമാരെ ഏറ്റ് കഴിക്കുന്നത് ഒരുപക്ഷെ കുഴിപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അവരാണ് പ്രസിദ്ധന്തിമാർ. കൈക്കാരൻ അലക്സ് ആന്റണി, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ടോമി പാറക്കൽ, സെക്രട്ടറി ബിനോയ് പുളിക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.